ഹലോ കൂട്ടുകാരെ, മഴ തോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ എപ്പിസോഡിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശിവേട്ടൻ തൂത്തുവാരിയൊരു എപ്പിസോഡാണ്. അതായത് ശിവേട്ടൻ വീട്ടിലോട്ട് വരാൻ ഒത്തിരി വൈകും. അപ്പോൾ നമ്മുടെ കമല ചോദിക്കും, എന്താ ശിവേട്ടൻ ഇത്രയും വൈകിയത്, ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്തില്ലല്ലോ, എന്ത് പറ്റി ഇത്ര വൈകാൻ? അപ്പോൾ ശിവേട്ടൻ പറയാണ്, ഞാൻ കടപ്പാട്ടൂരൊന്ന് പോയി, ഏറ്റുമാനൂരിൽ നിന്ന് വരുന്ന വഴിക്ക് കടപ്പാട്ടൂരൊന്ന് പോയിട്ട് വരികയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ വീടൊക്കെ അടച്ചു കിടക്കുന്നു, അവിടെ ആരും കണ്ടില്ല. പിന്നെ ബാലചന്ദ്രനെ അന്വേഷിച്ച് ഞാൻ കടയിലും പോയി, അപ്പോൾ അവിടെയും ഇല്ല. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് വൈജി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വൈജി ചോദിക്കും, അല്ല ശിവേട്ട, ഗോവർദ്ധനെ ഒന്ന് വിളിച്ചു ചോദിക്കായിരുന്നില്ലേ? അതും ഞാൻ ചോദിച്ചു. അപ്പോൾ കടയിലുള്ള സ്റ്റാഫ് പറഞ്ഞത് ഗോവർദ്ധനെയും കൂട്ടിയിട്ടാണ് ബാലചന്ദ്രൻ പോയിട്ടുള്ളത്, എവിടേക്കാന്ന് ആർക്കും ഒന്നും അറിയില്ല എന്ന്. ഓ അത് ശരി. അല്ല, അതൊക്കെ ഓക്കെ. ശിവേട്ടൻ എന്തിനാ ഇപ്പോൾ ബാലേന്ദ്രൻ അന്വേഷിച്ചു പോയത്? ബാലചന്ദ്രനെ അന്വേഷിച്ചു പോയതോ? അത് നിൻ്റെ കാര്യം ചോദിക്കാൻ. അദ്ദേഹത്തിന് ഇനി വല്ല മനംമാറ്റം എങ്ങാനും ഉണ്ടായിട്ടുണ്ടോ, നിൻ്റെ കാര്യത്തിൽ തീരുമാനം എങ്ങാനും മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാനും സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അപ്പോൾ ശിവേട്ടനെ കളിയാക്കിയിട്ട് നമ്മുടെ വൈജ പറയും, അത് നന്നായിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ ഇനി എന്ത് തീരുമാനമാണ് ശിവേട്ട? ബാലചന്ദ്രന് എന്നെ വേണ്ട. ആ അതെന്താ വൈജ നീ അങ്ങനെ പറയുന്നത്, ബാലചന്ദ്രന് നിന്നെ വേണ്ട എന്ന്? ഓ എനിക്ക് പ്രായമായില്ലേ, ഞാൻ കിളവിയായില്ലേ, പിന്നെ പൈസയും സ്വർണ്ണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നല്ല പെൺപെണ്ണുങ്ങളെ കിട്ടും, പിന്നെ എന്തിനാ ഞാൻ? അത് കേട്ടപ്പോൾ ശിവേട്ടൻ ആകെ ദേഷ്യം വരും. ശിവേട്ടൻ പറയും, നീയൊന്ന് പറ, കഴിഞ്ഞ 23 വർഷത്തിനിടയ്ക്ക് അവൻ തേടിപ്പോയ പെണ്ണുങ്ങളുടെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പേര് പറ, അലീനയല്ലാതെ. അത് കേട്ടപ്പോൾ നമ്മുടെ വൈജ പറയും, അതെന്താ ശിവേട്ടൻ അങ്ങനെ പറയുന്നത്, അലീന പെണ്ണല്ലേ, അലീനയുടെ പേരെന്താ പറഞ്ഞാൽ? അപ്പോൾ നമ്മുടെ ശിവൻ കൈ ചൂണ്ടിയിട്ട് വൈജയോട് പറയും, ഇനി മേലാൽ നീ അലീനയുടെ പേരെങ്ങാനും വലിച്ചിഴച്ചാൽ, ഇതിലോട്ട് വലിച്ചിഴച്ചാൽ നിൻ്റെ മുഖം ഞാൻ അടിച്ചു പൊളിക്കും. എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് നീ അലീനയുടെ പേര് വെറുതെ വലിച്ചിഴയ്ക്കുന്നതിൽ. അത് കേട്ടപ്പോൾ വൈജയ്ക്ക് അടി മുതൽ തല വരെ ദേഷ്യം വീണ്ടും വരും. എന്നിട്ട് പറയും, നിങ്ങളെല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്തോ, എന്തുണ്ട് കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കമല പറയാം, നീ എന്തായാലും നിൻ്റെ മക്കളെ ഒന്ന് വിളിച്ചു നോക്കുക, അവരവിടെ വീട് പൂട്ടി കിടക്കല്ലേ, നാട്ടുകാരുടെ കാര്യം പിന്നെ അന്വേഷിക്കുക, നീ മക്കളെവിടെ ഉണ്ടെന്ന് വിളിച്ചു നോക്ക്. മക്കളെ വിളിച്ചു നോക്കിയപ്പോൾ മക്കൾ സിനിമാ തിയേറ്ററിലാണ്. അപ്പം ശിവൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നീ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നെങ്കിലും നിന്നെ ആർക്കും മിസ് ചെയ്യുന്നില്ല, നിൻ്റെ ഭർത്താവിന് മിസ് ചെയ്യുന്നില്ല, നിൻ്റെ കുട്ടികൾക്ക് മിസ് ചെയ്യുന്നില്ല, നീ അവരുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല അവരുടെ മനസ്സൊന്നും കൂടിയാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. അവർ കണ്ടോ സിനിമ കണ്ട് നടക്കുന്നു, അവർക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരിങ്ങനെ കറങ്ങി നടക്കുമായിരുന്നോ? നീ നിൻ്റെ ഭർത്താവിന് എന്തു കൊടുത്തു? നിൻ്റെ ഭർത്താവിന് കഴിഞ്ഞ 23 വർഷവും തലവേദനയും പ്രശ്നങ്ങളുമാണ് നീ കൊടുത്തത്. നീ സമ്പാദിച്ചതിൽ ഒരു നയാ പൈസ പോലും നീ അവർക്ക് വേണ്ടി ചിലവാക്കിയിട്ടില്ല. പിന്നെ എന്താണ് നീ അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? നീ അവിടെ നിന്ന് പോയപ്പോൾ അവർക്ക് ആർക്കും നിന്നെ മിസ് ചെയ്യുന്നില്ല, അത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ അത് ബാലചന്ദ്രൻ്റെ പ്രശ്നമല്ല, അത് നിൻ്റെ തന്നെ പ്രശ്നമാണ് എന്ന് പറയും. ഇതൊന്നും കേട്ടിട്ട് വൈജയ്ക്ക് ഇഷ്ടമായില്ലേ. വൈജ പറയും, ഒരു പെണ്ണിൻ്റെ മനസ്സ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് വൈജ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ബബിതയും കൃഷ്ണമോളാണ്. ബബിതയും കൃഷ്ണമോളും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബബിതയ്ക്ക് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, രേവതിക്കുട്ടിയും ഇതേപോലെ വീട്ടിൽ ഗ്രേസ് ആൻറ്റീനെയും മാമച്ചനെയും നോക്കാൻ വന്നുള്ള ആളല്ലേ, എന്നിട്ടും അവരെ എന്ത് നന്നായിട്ടാണ് ശ്രദ്ധിക്കുന്നത്, കോളേജിലൊക്കെ ചേർത്തു, പഠിക്കാൻ സഹായിക്കുന്നു, അവരവരുടെ മോളെപ്പോലെയാണ് കരുതുന്നത്. നമ്മുടെ വീട്ടിലൊന്നാണെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലല്ലോ എന്നാണ് ഇത് കേട്ടപ്പോൾ കൃഷ്ണ മറുപടി പറയുന്നത്. അപ്പോൾ അബിത പറയും, അതെന്താ നമ്മുടെ വീട്ടിൽ നടക്കാത്തേ? നമ്മുടെ വീട്ടിൽ പണ്ടൊന്ന് ആലീന ചേച്ചി എന്നെ ഒന്ന് പഠിപ്പിക്കാൻ ഇരുത്തിയപ്പോൾ തന്നെ അമ്മ ഓടിച്ചതാണ്. അമ്മ അങ്ങനെ തന്നെയാണ്, അമ്മയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ബബിത ഇപ്പോൾ വൈജയനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും പറയല്ലേ കൃഷ്ണ, അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഇതേ സമയത്താണ് നമ്മുടെ ബബിതയുടെ ഫോൺ റിങ് ചെയ്യണത്. അപ്പോൾ ഫോൺ റിങ് ചെയ്യണത് നോക്കിയപ്പോൾ ആരാ, അമ്മയാണ്. അപ്പോൾ അവർക്കൊക്കെ പേടിയാവും, ഈ നേരത്തെ എന്താ അമ്മ വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അവർ പെട്ടെന്ന് ഫോൺ എടുക്കും. അപ്പോൾ നമ്മുടെ വൈജി ചോദിക്കും, നിങ്ങളെവിടെ പോയിക്കുക, നിങ്ങളെവിടെയാണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞങ്ങളിവിടെ പാലയിലാണ്. പാലയിൽ എറണാകുളത്ത് എന്താ? പാലയില്ല, ഞങ്ങളിവിടെ എറണാകുളത്ത് എന്താ കാര്യം നിങ്ങൾക്ക്? അത് അലീന ചേച്ചിയുടെ അനിയത്തിയില്ലേ, അനിയത്തിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നിരിക്കുക, ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് വന്നത്, അലീന ചേച്ചിയാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. അത് കേട്ടപ്പോൾ നമ്മുടെ വൈജയ്ക്ക് ദേഷ്യം വരും. വൈജ പറയും, ആ പെണ്ണോ ഒരു അനാഥ പെണ്ണാണ്, അവരെ നോക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ ഒരു നാണവുമില്ലാതെ നിങ്ങൾ പോയി കിടക്കുക, നിങ്ങൾക്ക് എന്ത് നാണക്കേടാണ്? നിങ്ങൾക്ക് എന്നോടൊന്ന് ഒരു വാക്ക് ചോദിച്ചോ, നിങ്ങളുടെ അച്ഛനോട് ചോദിച്ചിട്ടാണോ പോയത് എന്നൊക്കെ ചോദിക്കും. അച്ഛൻ സമ്മതിച്ചോ, അതാണ് ഞങ്ങൾ പോകുന്നത്.
ഓ അച്ഛൻ മാത്രമേ നിങ്ങൾക്കുള്ളൂ, നിങ്ങളുടെ അമ്മയില്ലേ, നിങ്ങളെ അമ്മയോട് എന്താ ചോദിക്കാഞ്ഞ് എന്നൊക്കെ ചോദിച്ച് വൈജ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബബിത എടുത്ത വഴിക്ക് പറയും, ഞങ്ങളിപ്പോൾ നോക്കുന്നത് ഞങ്ങളുടെ അച്ഛനല്ലേ, അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ സമ്മതം മാത്രം മതി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് ബബിത. പിന്നെ നമ്മുടെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്രേസ് അമ്മാൻറ്റീനെയും അലീനയും രേവതീനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഗ്രേസ് അമ്മാൻറ്റി പറയും, നീ ഒന്ന് പോയി കിടക്കൻ്റെ രേവതിക്കുട്ടി, അലീന ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഓ അതൊന്നും പറ്റില്ല ഗ്രേസ് ആൻറ്റി, ഞങ്ങൾക്ക് നാളത്തെ പ്ലാനിങ് നടത്തണം, നാളെ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കഴിക്കണം, അങ്ങനെ കുറച്ച് പ്ലാനിങ്, നാളെ രാവിലെ എണീറ്റതൊന്നും ശരിയാവില്ല എന്ന് പറയണം. ശരി ശരി, നീ അലീനയെ കൊല്ലരുത് കേട്ടോ, ലേറ്റൊക്കെ ഓഫ് ചെയ്ത് വന്ന് കിടന്നേക്കണേ എന്ന് പറയണം. ആ അപ്പോൾ അലീന ചോദിക്കുക, അല്ല ഗ്രേസ് ആൻറ്റി, നിങ്ങൾ ഇവളുടെ കൊടുവാൾ വർത്തമാനം എങ്ങനെ സഹിക്കുന്നു, ഇവൾക്ക് ഇത്തിരി കൂടുതലല്ലേ. അത് പോരാഞ്ഞിട്ട് ഇവളാണെങ്കിൽ രോഹിത്തിനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും, രോഹിത്തിനല്ല വീര എന്നല്ലാണ്ട് ഇവൾ വിളിക്കില്ല, അത് ഇച്ചിരി കൂടുതലാണ്, നീ ഒരു പൊടി കുറച്ചേക്ക് എന്ന് പറയുകയാണ് അലീന. അപ്പോൾ ഗ്രേസ് ആൻറ്റി പറയാം, ആ ശരി തന്നെയാണ്, ഇവൾക്ക് ഇത് ഇത്തിരി കൂടുതലാണ്, പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഇതിൽ നിന്ന് കേട്ട് കേട്ട് ശീലമായി, ഇപ്പോൾ ഇത് കേൾക്കാതിരുന്നാലാണ് കുഴപ്പം എന്ന് പറയുകയാണ് ഗ്രേസ് ആൻറ്റി. അപ്പോൾ നമ്മുടെ അലീന വേറൊരു കൂട്ടത്തിലൊരു കാര്യം കൂടി പറയുകയാണ്, നീ രോഹിത്തിനെ വീര വീര എന്ന് ഇരട്ടപ്പേരിട്ട് വിളിക്കുന്നുണ്ടല്ലോ, നിൻ്റെ പേരും ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ ഗ്രേസ് ആൻറ്റി ചോദിക്കും, അതെന്താ അലീന, ഇവളുടെ ഇരട്ടപ്പേരെന്താ? ഓ ഇവൾ ചെറുപ്പത്തിലേ ഒരു മരത്തിൻ്റെ മീതൊക്കെ പോയിട്ട് ഒരു കുഞ്ഞ് വെട്ടുകത്തി എടുത്തിട്ട് എപ്പോഴും ഇങ്ങനെ വെട്ടിക്കൊണ്ടേയിരിക്കുമായിരുന്നു, അതെങ്ങാനും വാങ്ങി വെച്ചാൽ അവൾ അവിടെ കിടന്ന അപ്പക്കരയും, അതുകൊണ്ട് ഞങ്ങൾ ഇവൾക്ക് മരം കൊത്തി എന്നാ പേരിട്ടിരുന്നത് പറയും. അത് കേട്ടപ്പോൾ ഗ്രേസ് ആൻറ്റി നല്ല ഉള്ളു തുറന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ഗ്രേസ് ആൻറ്റി പറയും, ആ ശരിയാ, നല്ല പേരാണ് കേട്ടോ മരം കൊത്തി, ഇവളുടെ സ്വഭാവത്തിന് നല്ല മാച്ചുള്ള പേരാണ് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴായിരിക്കും അലീനയുടെ ഫോൺ റിങ് ചെയ്യണത്. അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നപ്പോൾ നോക്കിയപ്പോൾ മനുവാണ്. അപ്പോൾ മനുവാന്ന് കണ്ടപ്പോൾ രേവതിക്കുട്ടിയും ഗ്രേസ് ആൻറ്റിയോട് പറയും, ആൻറ്റി നമുക്ക് പോവാം, ആൻറ്റിക്ക് മരുന്ന് കഴിക്കാറുള്ളതല്ലേന്ന്. അപ്പോൾ അലീന പറയും, ഏയ് അതൊന്നും വേണ്ട, നിങ്ങൾ പോവൊന്നും വേണ്ട, നിങ്ങളിവിടെ നിൽക്കുക, നമുക്ക് ഫോണിൽ സംസാരിക്കുമ്പോൾ എന്താ, അപ്പോൾ നിങ്ങളിപ്പോൾ എന്തിനാണ് പോണേന്ന് ചോദിക്കും. ഏയ് അതൊന്നും വേണ്ട, നിങ്ങൾ സംസാരിക്കുക, പിന്നെ അലീന ചേച്ചി ഇനി കുറച്ച് നേരത്തേക്ക് ഈ ലോകത്തൊന്നും ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അലീനേനെ ചുമ്മാ അതൊരു കുത്തൊക്കെ കുത്തിയിട്ടാണ് നമ്മുടെ രേവതിക്കുട്ടി പോണത്. അങ്ങനെ ഫോൺ എടുത്തപ്പോൾ മനു ചോദിക്കും, അല്ല ലീല നിങ്ങളെവിടെയാണ്, നിങ്ങൾ എറണാകുളത്താണോ? ആ അത് ഞങ്ങൾ എറണാകുളത്താണ്. മനുവേട്ടൻ ഇതെങ്ങനെയാണ് അറിഞ്ഞത്? ഓ അതൊക്കെ ഞാൻ അറിഞ്ഞു, എന്താ എന്നോടൊരു വാക്ക് പോലും പറയാതെ പോകുന്നത്? അല്ല മനുവേട്ടൻ ഇത് പറ, എങ്ങനെയാണ് മനുവേട്ടൻ ഇത് അറിഞ്ഞത്? ഓ അതോ അച്ഛൻ കടപ്പാട്ടൂർ വന്നിരുന്നു, അപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ടു, പിന്നെ അങ്ങനെ കടയിലൊക്കെ അച്ഛൻ പോയി അന്വേഷിച്ചു, എന്നിട്ട് അപ്പോഴും വിവരമൊന്നും കിട്ടിയില്ല, പിന്നെയാണ് കൃഷ്ണേനെയും ബബിതനെയും വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് അവർ നിങ്ങൾ എറണാകുളത്തേക്കാണ് വന്നിരിക്കുന്നത് എന്ന്. ഓ അപ്പോൾ മാഡം അറിഞ്ഞോ ഞങ്ങൾ എറണാകുളത്താണെന്ന്? ആ മാഡം അറിഞ്ഞു. അയ്യോ അതാകെ പ്രശ്നമാവുമല്ലോ, ഇനി മാഡം എന്തൊക്കെയാണാവോ പറയുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ മനു ചോദിക്കും, അല്ല ലീന, നിങ്ങൾ ഈ എറണാകുളത്ത് പോണതും വരുന്നതൊന്നും എന്നോട് പറയണ്ടേ, ഞാനിതൊന്നും അറിയണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയും, സോറി മനുവേട്ടാ, ഞങ്ങളങ്ങനെ ഉദ്ദേശിച്ചൊന്നല്ല ഇങ്ങോട്ട് പോകുന്നത്, അച്ഛൻ അവിടെ നിന്ന് പോയപ്പോൾ ഞങ്ങൾ അച്ഛനോട് പെർമിഷൻ ചോദിച്ച് ഇങ്ങോട്ട് പോരട്ടെ, അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ അങ്ങോട്ട് പോകുന്നു എന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. പക്ഷെ മനുവിന് നല്ല പരിഭവവും പരാതിയുണ്ട് മനുവിനോടൊരു വാക്ക് പറയാത്തത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി നാളത്തെ പ്രൊമോ ഡീറ്റെയിൽസും എല്ലാം ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ നേരത്തെ മഴ തോരും മുൻപേടെ കഥയും കഥാപാത്രങ്ങളുടെ വിശേഷങ്ങളും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.